മെയ് 17 ഈസ്റ്ററിൻ്റെ 4-ാം ആഴ്ചയിലെ ശനിയാഴ്ച. യോഹന്നാൻ 14 7 മുതൽ 14 വരെ വാക്യങ്ങൾ. നമ്മളിൽ പലരും ഞാൻ ആരാണ്, നമ്മുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്ന ചോദ്യങ്ങളുമായി സഞ്ചരിക്കുന്നു. BC 800 സംസ്കൃതത്തിൽ എഴുതപ്പെട്ട ഹൈന്ദവ പുണ്യഗ്രന്ഥങ്ങളായ ഉപനിഷത്തുകൾ നമുക്ക് ഉത്തരം നൽകുന്നു. അതിതാണ് അഹം ബ്രഹ്മാസ്മി. ഉപനിഷത്തുകളിൽ നിന്നുള്ള ഏറ്റവും ആഴമേറിയ ആത്മീയ സന്ദേശങ്ങളിൽ ഒന്നാണിത്. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രഹ്മാവാണ്, അല്ലെങ്കിൽ ഞാൻ പരബ്രഹ്മത്തിൻ്റെ അവതാരമാണ്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ് ബ്രഹ്മാവ്. എല്ലാം അസ്തിത്വത്തിലേക്ക് കൊണ്ടുവന്നതിന് ഉത്തരവാദി. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്, തന്നെ അറിയാമെങ്കിൽ അവർ തൻ്റെ പിതാവിനെയും അറിയുന്നു എന്നാണ്. അവർ തന്നെ കാണുമ്പോൾ അവർ തൻ്റെ പിതാവിനെയും കാണുന്നു. അപ്പോൾ ഫിലിപ്പ് സംസാരിച്ചു, യേശുവിനോട് തൻ്റെ പിതാവിനെ കാണിക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ അവർ യേശു പറയുന്നതിൽ വിശ്വസിക്കാം. ഫിലിപ്പിന് തൻ്റെ വചനം വിശ്വസിക്കാൻ കഴിയാത്തതിൽ യേശു അങ്ങേയറ്റം നിരാശനാണ്. ഫിലിപ്പിന് തെളിവ് ആവശ്യമായിരുന്നു. പിതാവിനെ കാണേണ്ടതുണ്ട്, അപ്പോൾ മാത്രമേ അവൻ വിശ്വസിക്കൂ. യേശു ഫിലിപ്പിനെ ശാസിക്കുന്നു. അവൻ ഫിലിപ്പിനോട് പറഞ്ഞു, നീ വളരെ കാലമായി എന്നോടൊപ്പമുണ്ട്, എന്നിട്ടും ഞാൻ പറയുന്നത് നീ വിശ്വസിക്കുന്നില്ലേ? എത്ര തവണ നമ്മൾ യേശുവിനോട് തെളിവ് ചോദിക്കാറുണ്ട്? ചിലപ്പോഴൊക്കെ യേശു നമ്മോടൊപ്പമുണ്ടെന്ന് വ്യക്തമായി തെളിയിക്കുന്ന ഒരു അടയാളം നമുക്ക് അയക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്കറിയാൻ കഴിയും. നമ്മുടെ മനുഷ്യബന്ധങ്ങളിൽ വിശ്വാസം അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ അതിലും കൂടുതൽ ബുദ്ധിമുട്ടുണ്ട്. കുറഞ്ഞത് മനുഷ്യരോടാണെങ്കിൽ നമുക്ക് അവരുമായി കാണുവാനും കേൾക്കുവാനും സംസാരിക്കാനും കഴിയും. അവരുടെ മുഖഭാവങ്ങളും ശരീരഭാഷയും നമുക്ക് കാണാൻ കഴിയും. ധാരാളം വിവരങ്ങൾ അതുവഴി നമ്മിലേക്ക് എത്തുന്നു. എന്നാൽ യേശുവിനെയോ ദൈവത്തെയോ പിതാവിനെയോ പരിശുദ്ധാത്മാവിനെയോ കാണാൻ കഴിയില്ല. തെളിവില്ലാതെ വിശ്വസിക്കുക എന്നത് മിക്ക മനുഷ്യർക്കും ബുദ്ധിമുട്ടാണ്. എന്നാൽ നാം അവനെ കാണാതെ വിശ്വസിക്കുകയും അവനെ ആശ്രയിക്കുകയും ചെയ്യണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. ഈ ഇന്നത്തെ സുവിശേഷ വിവരണത്തിലെ യേശുവിൻ്റെ വാക്കുകൾ ദൈവശാസ്ത്രപരമായ പ്രസ്താവനകൾ മാത്രമല്ല, പരിവർത്തനാത്മകവും സജീവമായ വിശ്വാസത്തിലേക്കുള്ള ആഹ്വാനമാണത്. അദൃശ്യമായതിൽ വിശ്വസിക്കുക മാത്രമല്ല, ദൈവിക പിന്തുണയുടെ ഉറപ്പോടെ അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസം. പ്രിയപ്പെട്ടവരെ, ഈ ദാനങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കണമെന്ന് ഇന്ന് യേശുവിനോട് അപേക്ഷിക്കാം. എല്ലാറ്റിനുമുപരി നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുന്ന യേശുവിൽ വിശ്വസിക്കാം. എല്ലാ ദിവസവും ഓരോ നിമിഷവും യേശു നമ്മോടൊപ്പമുണ്ട്. അവിടുന്ന് എപ്പോഴും നമ്മെ ശക്തിപ്പെടുത്തുകയും കൃപ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ബാംഗ്ലൂർ.